ഹായ് സുഹൃത്തുക്കളെ, ഇന്നും ഒരു കുട്ടി സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുളക്കാടും തക്കാളിച്ചെടിയും. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ തോട്ടത്തിൽ ഒരു തക്കാളിച്ചെടിയും ഒരു ചൈനീസ് മുളയും നട്ടു. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ തക്കാളിച്ചെടി പെട്ടെന്ന് വളർന്നു. അത് പൂവിട്ട് കായ്കളും നൽകാൻ തുടങ്ങി. കർഷകൻ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ മുള നട്ട മണ്ണിൽ ഒരനക്കവുമില്ലാതിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി. തക്കാളിച്ചെടി വീണ്ടും വിളവ് നൽകി. അപ്പോഴും നമ്മുടെ മുള ഒരനക്കവും ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ 4 വർഷം പിന്നിട്ടപ്പോൾ ഈ 4 വർഷത്തിൻ്റെ ഇടയിലും കൂടെയുള്ള കർഷകരുടെ അയൽവാസി എല്ലാവരും ഈ കർഷകനെ കളിയാക്കാൻ തുടങ്ങി. ഈ മുളച്ചെടിയൊന്നും വളരില്ല, വെറുതെയാണ് നീ കഷ്ടപ്പെടുന്നതും ഇതിന് വെള്ളമൊഴിക്കുന്നതും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനും കളിയാക്കാനും തുടങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാലും ആ പാവം കർഷകൻ പരിശ്രമം അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ മുളയെ ഉപേക്ഷിച്ചില്ല. അങ്ങനെ 5-ാം വർഷം കടന്നു വന്നു. അപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. വെറും 6 ആഴ്ച കൊണ്ട് ആ മുള 80 അടി ഉയരത്തിലേക്ക് വളർന്നു. അതായത് ഈ 4 വർഷം കടന്നുപോയ 4 വർഷവും ആ മുളച്ചെടി വളരാതിരുന്നതല്ല, അത് വളരാൻ ആവശ്യമായ ബലം കിട്ടാൻ വേണ്ടി മണ്ണിനടിയിൽ വലിയ വേരുകൾ ഉണ്ടാക്കുകയായിരുന്നു. അതല്ലാതെ അത് വളരാതിരുന്നതുമല്ല. ഇതിൽ നിന്ന് നമുക്ക്, ഈ കുട്ടി സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇതുപോലെയാണ് നമ്മുടെയും ജീവിതം. ചിലപ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിന് പെട്ടെന്ന് ഫലം കണ്ടെന്ന് വരില്ല. മറ്റുള്ളവർ നമ്മളെക്കാൾ വേഗത്തിൽ വളരുന്നത് നമ്മൾ കണ്ടേക്കാം. പക്ഷേ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശപ്പെടാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വളർച്ചയുടെ വേരുകൾ നിങ്ങൾ ബലപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ആ അടിത്തറ ഉറച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കും. നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായും ഒരു ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാകും? അതിനൊരു വിജയമുണ്ടാകും. ഇപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൽ ലോസോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമുക്ക് വന്നാൽ ഉടനെ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത സംരംഭത്തിലേക്ക് പോവാതിരിക്കുക. കോൺഫിഡൻസോടെ, അതായത് ആത്മവിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് എന്തുണ്ടാകും? അതിലൊരു വിജയമുണ്ടാകും. പെട്ടെന്ന് കിട്ടിയ വിജയമാണ് തക്കാളിയുടേത്. പക്ഷേ ആ വിജയത്തിന് വലിയ ആസ്വാദനം കുറവുമാണ്. സാവകാശം കിട്ടിയതാണ് നമ്മുടെ മുളയുടെ വിജയം. മുളയുടെയും തക്കാളിയുടെയും കഥ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏത് വിജയമാണ് നമുക്ക് നിലനിൽക്കുന്നതെന്ന്. തക്കാളിയുടെ വിജയമായിക്കോട്ടെ അല്ലെങ്കിൽ മുളയുടെ വിജയമായിക്കോട്ടെ, അതല്ല നമ്മുടെ വിജയം. നമ്മളൊരു വിഷയത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയാൽ ഉറപ്പായും അതിന് വിജയിക്കുന്നതുവരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വൻ നിരാശയായി മാറിത്തീരേണ്ടതായിട്ട് വരും. വിജയത്തിനായി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കുവാൻ സാധ്യമാവൂ. ചുരുക്കി പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. ക്ഷമയോടെ കാത്തിരിക്കുകയും അതോടൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നമ്മൾ ഉറപ്പായും വൻ വിജയത്തിലേക്ക് മാറും. അതിലൊരു മാറ്റവും ഇല്ല. ആ ക്ഷമയോടെ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ടാസ്ക് നമ്മൾ സഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടാകും? നമുക്കൊരു വൻ വിജയമുണ്ടാകും. അതാരും മറന്നു പോകാതിരിക്കുക. നമ്മുടെ മുന്നിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങൾ കടന്നു വരികയും ആ സ്റ്റെപ്പിൽ ഓരോ ചുവടുപടികളായി ചവിട്ടി മുൻപോട്ട് പോവുകയും ചെയ്യണം. അതും ക്ഷമയോടെയും സമാധാനത്തോടെയും. എന്നാൽ 100-ാം പടിയിൽ, അതായത് 100% വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ചുറ്റുമുള്ളവർ കളിയാക്കാനും പ്രയാസപ്പെടുത്തുവാനും മാത്രമേ കാണൂ. ആരും നമുക്കൊരു സഹായമായി വരികയില്ല. അതാരും മറന്നു പോകരുത്. നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന ഒറ്റ ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ക്ഷമയോടെ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതാരും മറന്നു പോകാതിരിക്കുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ എന്ത് ആവലാതിപ്പെടേണ്ടതില്ല. വെറുതെ ആവലാതിപ്പെട്ടിട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പോകുന്നവരൊക്കെ പോയിക്കോട്ടെ, വരുന്നവരൊക്കെ വന്നോട്ടെ. നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന ചിന്താഗതിയോടുകൂടി മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും വിജയത്തിലേക്ക് നിങ്ങളെത്തും. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിട പറയുന്നു.